ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ അറിയാതെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ കിടക്കുന്നത് കണ്ടത്. കല്യാണിയുടെ പണിയായിരുന്നു കേട്ടോ അതെടുത്തത്. അപ്പോൾ അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കല്യാണിക്ക് സ്കൂളില്ലാത്തത് കാരണം കുറച്ച് നേരം ഒന്ന് കിടന്നതാണ്. അപ്പോൾ കല്യാണി അവളുടെ നേരേക്ക് ഇപ്പോൾ അവൾ എണീറ്റ് ഫോണിൽ പണിയാനായിട്ട് തുടങ്ങി. ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഫോൺ ഗാലറി എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ ഞാനും കണ്ണനും കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊരു വീഡിയോ ഒക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മുടെ വിശേഷങ്ങൾ തുടങ്ങുന്നത് എന്തായാലും അവിടെ തന്നെ ആവട്ടെ എന്ന് കരുതി. അപ്പോൾ പിന്നെ ഇന്നും ഒരേപോലെയൊക്കെ തന്നെയാണ് നമ്മളുടെ ദിവസങ്ങളൊക്കെ പോകുന്നത്. കണ്ണനും കല്യാണിക്ക് ചോറൊക്കെ കൊടുക്കാനിരിക്കുമ്പോഴേ ഇപ്പോൾ കല്യാണിക്ക് ചില സമയത്ത് കറിയൊന്നും വേണ്ട, മുട്ടയും പപ്പടമൊക്കെ മതി എന്നൊക്കെയുള്ള വാശി. അപ്പോൾ രണ്ടാൾക്കും ഒരുപോലെയൊക്കെ എടുക്കും കേട്ടോ, മുട്ടയും പപ്പടമൊക്കെ ആയിട്ട്. അപ്പോൾ കല്യാണി അന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ മടി കാണിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കണ്ണൻകുട്ടി ചെറിയ രീതിയിലൊക്കെ കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, വായ കയ്പ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്ക് കഴിക്കാനായിട്ട് ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി കഫക്കെട്ടും ചുമയൊക്കെ ആയിട്ട് നമുക്കറിയാം. എനിക്ക് ചോറേ വേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും വലിയവരുടെ കാര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമക്കളുടെ കാര്യമൊന്നും പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉച്ച നേരത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഉണക്കിയിട്ട് കുറച്ച് തുണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് തയ്ച്ചൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. തയ്ച്ച് നോക്കാമെന്നല്ല, ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യം തയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ ഒന്നിനും സത്യം പറഞ്ഞ സമയമില്ല. എനിക്കിഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. കയ്യിലില്ലാത്തത് സമയം എന്ന് പറയുന്നൊരു സംഭവം മാത്രമാണ്. എന്നാലും ഇതിൻ്റെ ഇടയ്ക്കൂടി ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഡ്രസ്സായിട്ട് അത് നമ്മളിട്ടിട്ട് ഹായ് നല്ല ഭംഗിയുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ അത് നമുക്ക് മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. തുണിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണിക്ക് എനിക്കും ഒരുപോലത്തെ ഫ്രോക്കൊക്കെ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തുണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കണ്ണൻകുട്ടിയുടെ അടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തുണി വെട്ടുമ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും അവൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവനത് കാണാതെ ഒരു സമാധാനം ഇല്ലാണ്ട് കിടക്കുന്നത്. അപ്പോൾ കണ്ണനോട് ടി വി കണ്ട് അങ്ങോട്ട് നോക്കി കിടന്നു, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കട്ട് ചെയ്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കണ്ണനപ്പോൾ അത് കാണാനുണ്ട്. ഞാൻ പിന്നെ അടുത്തേക്ക് അങ്ങോട്ട് അടുപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ അവൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു തുണിയൊക്കെ വെട്ടാനൊക്കെ ആയിട്ട്. പക്ഷെ ആൾ നീങ്ങുന്നതിനൊക്കെ ലാസ്റ്റ് ഇങ്ങോട്ടേക്കൊക്കെ തിരിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് ഞാനിങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യാൻ ഇരുന്നിട്ടേ. കാരണം നേരമില്ല, ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് മെഷീനിൽ കയറിയിരിക്കാനും സ്റ്റിച്ച് നമ്മിങ്ങനെ അതിങ്ങനെ ഞാൻ മറ്റേ ഇതിൻ്റെ അയൺ ബോക്സിൻ്റെ കാര്യം പറയാറുള്ളത് പോലെ നമ്മളിങ്ങനെ ചവിട്ടി കൊടുക്കുമ്പോൾ അതിലിങ്ങനെ സ്റ്റിച്ചായിട്ട് ഇങ്ങനെ വരുന്നത് കാണാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ചെറിയ മണ്ടത്തരങ്ങളൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാനാദ്യം പറയാറുണ്ടല്ലേ, അയൺ ചെയ്യുമ്പോൾ തുണി ഇങ്ങനെ ചുളുങ്ങിയതൊക്കെ നിവർന്ന് വരുന്നത് കാണുമ്പോൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലെ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ ഒരു വിധത്തിലൊക്കെ അതൊക്കെ വെട്ടൽ മാത്രം കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉച്ച സമയത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒരു മണി തൊട്ട് ഒരു 3 മണി 4 മണി വരെയൊക്കെയുള്ള ആ ഒരു ഗ്യാപ്പ്, ആ സമയത്തിരുന്ന് ചെയ്തതാണ് കേട്ടോ. പിന്നെ അന്ന് ഈവനിങ് നൈറ്റ് ആയപ്പോഴേ ചേട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷെ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കല്ലേ പോകുന്നത്, കടകളിലും അങ്ങനെയൊക്കെ ആയിട്ട് കയറാനൊക്കെ പോകുന്നത്. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇപ്പോൾ പുറത്ത് പോവാതെ പോകുമ്പോൾ ഭയങ്കര വിലമെടുത്താന്നേ, പിടിച്ചാൽ കിട്ടാത്ത പോലെ ആളിങ്ങനെ തള്ളി മറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കൂടി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെ ഇത് ഞായറാഴ്ചയിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ രണ്ടാളും കൂടെ ഇങ്ങനെ കിടക്കുക. ചില ദിവസം കെട്ടിപ്പിടിച്ചൊക്കെ ആയിരിക്കട്ടെ കല്യാണി കണ്ണൻ്റെ കുഞ്ഞിക്കൈമയൊക്കെ പോയി ഇങ്ങനെ കിടക്കുന്നത്, അങ്ങനത്തെയൊക്കെ രംഗങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, രണ്ടാളും കൂടെ ഇങ്ങനെ സ്നേഹത്തോട് കൂടെ കിടക്കുന്നത് കാണുമ്പോൾ. ചില ദിവസങ്ങൾ നമ്മുടെ കുഞ്ഞിക്കാലൊക്കെ എടുത്ത് കണ്ണഞ്ചാണ്ട് മെത്തിക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് നോക്കണം ഇടയ്ക്ക്, കാരണം അവനും കുഞ്ഞിതല്ലേ, അവനും വേദന എടുക്കില്ലേ. അപ്പോൾ അതൊക്കെ നോക്കണം രാത്രിയിൽ. അതുകൊണ്ട് ഞാൻ കല്യാണിനെ ഇങ്ങോട്ട് നീക്കി കിടത്തുവേ, അവൻ്റെ മെത്തിക്ക് കാലൊന്നും എടുത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്തായിരുന്നു ചായക്ക് എനിക്ക് ഓർമ്മയില്ലല്ലോ, പുട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, പിന്നെ തലേദിവസത്തെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള തന്ത്രപ്പാടിലൊക്കെ ആയിരുന്നു കേട്ടോ.
ഇത് ഞായറാഴ്ചയല്ല, ഇത് തിങ്കളാഴ്ചയാണ് കേട്ടോ. അതപ്പോൾ നമ്മൾ 2-3 ദിവസത്തേക്ക് ഇങ്ങനെ എടുത്തു വെച്ചത് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ ആക്കി ഇടുന്നത്. അപ്പോൾ ഇത് തിങ്കളാഴ്ചയായിരുന്നു, കാരണം കല്യാണിക്ക് സ്കൂളിൽ പോകാനുള്ള തിരക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. കല്യാണിക്ക് ഗ്രീൻ പീസിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ തലേദിവസത്തെ ഞായറാഴ്ചയിലത്തെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി, പുട്ടുണ്ടാക്കി രാവിലെ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ തീരാണ് കേട്ടോ. അടുക്കളയിലെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ടേബിളും എല്ലാവരുടെയും ഇങ്ങനെ തുടച്ചോക്കിയിട്ട് പിന്നെ അടിക്കൽ തുടക്കൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കല്യാണിക്ക് എന്തോ ഓണ സെലിബ്രേഷൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഒരു കളറിങ് കോമ്പറ്റീഷൻ്റെയോ ഒക്കെ ഫീസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഡയറിയിൽ വെച്ച് കൊടുക്കുമ്പോൾ പൈസയുടെ അപ്പം ഞാൻ പൈസയൊക്കെ ഇത്ര ഉണ്ടെന്നൊക്കെ എഴുതിയൊക്കെ വയ്ക്കായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കല്യാണി കുട്ടി കുഞ്ഞിയല്ലേ, അവൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളഞ്ഞാലോ. അപ്പോൾ ഡയറിൽ അതൊക്കെ അങ്ങനെ എഴുതിയൊക്കെ അങ്ങനെ വെച്ചിട്ട് അവൾ എണീക്കുന്നതിന് മുൻപ്, അവർ എണീറ്റിട്ടില്ല കേട്ടോ, കാണാൻ കല്യാണി എണീറ്റിട്ടില്ല. അപ്പോഴേക്കും ഞാൻ എല്ലാ കാര്യങ്ങളും അവൾക്ക് ബാഗിൽ കൊണ്ട് വയ്ക്കാനുള്ള ബുക്കുകളും പാരിയും പെൻസിലും ചോറും വെള്ളവും എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ അന്ന് പുട്ടുണ്ടാക്കിയപ്പോൾ പുട്ട് കഴിക്കില്ല എന്നും പറഞ്ഞിട്ടുള്ള വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ ആൾ. അപ്പോൾ ചില ദിവസമൊന്നും അങ്ങനെ രാവിലെ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാനായിട്ട് മടിയാണ്. അപ്പോൾ രാവിലത്തേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തലേ ദിവസം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മാതള നാരങ്ങ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിഫിനായിട്ടേ. അപ്പോൾ ഫ്രൂട്ട്സൊന്നും കുഴപ്പമില്ല കേട്ടോ, സ്കൂളിലേക്ക് വറവും ബിസ്ക്കറ്റൊക്കെയാണ് പറ്റാത്തത്, ഫ്രൂട്ട്സൊക്കെ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മാതള നാരങ്ങ അതിൻ്റെ മണിമണിയൊക്കെ ആക്കിയിട്ടൊക്കെ എടുത്ത് പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പുട്ട് വേണ്ട, കഴിക്കാനും മാതള നാരങ്ങ മതി എന്ന് പറഞ്ഞിട്ട് വേഗം കുളിപ്പിച്ച് ആളെ റെഡിയാക്കിയൊക്കെ അവൾക്ക് മാതള നാരങ്ങയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ തല കഴുകിയില്ല, തിരിച്ച് തുമ്മലൊക്കെ ഉണ്ടായിരുന്നു കല്യാണിക്ക് എന്നും അതെ, ആളിങ്ങനെ തുമ്മലും ചുമക്കലും ജലദോഷമൊക്കെ അതാളെ വിട്ട് മാറില്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം അവൾ ഫുഡ് കഴിക്കാത്തത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആൾക്ക് എടുത്തുകൂടെ പോകുമ്പോഴേക്കും എല്ലാം മേടിച്ച് കൊണ്ട് തരും ആൾ, ഞങ്ങൾക്കൊക്കെ തരും. സ്വന്തമല്ല ആൾ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇതും തരാറുണ്ട്, വയ്യായികളും കൊണ്ട് തരാറുണ്ട്. അപ്പോൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഞാൻ ഒന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോഴേക്കും ഒറ്റ തേമ്പല, അങ്ങനെ പൊട്ടും കണ്ണെഴുതി പുരി എഴുതിയതൊക്കെ കൂടെ ഒന്നായി. ലാസ്റ്റ് അതൊക്കെ ഒന്ന് മാച്ച് കളഞ്ഞ് വേറെ പൊട്ടൊക്കെ കുത്തി കൊടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പൂക്കളൊക്കെ ഇടാനൊക്കെ പറ്റുമായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇടാൻ പൂക്കളം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോഴേക്കും ആൾ എണീറ്റപ്പോൾ തൊട്ട് പൂക്കളം ഇടേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂക്കളം ഇടാം. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം പൂവൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കിയൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ വൈകിട്ട് ഇരിഞ്ഞാലോടെ പോയപ്പോൾ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കെട്ടി പൂവൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് അതുകൊണ്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഫസ്റ്റ് ടൈമിൽ എനിക്ക് പറ്റാത്തത് കാരണം പിന്നെ കല്യാണിനെ കൊണ്ട് ഇപ്പം എങ്ങനെയാണ് ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ദിവസമൊക്കെ അങ്ങനെ പോയി. അപ്പോൾ ഇത് 3-ാമത്തെ ദിവസം, 3-ാമത്തെ ഞാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പൂക്കളിടാനിരുന്നു കേട്ടോ. കല്യാണിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ പൂക്കളിടാനിരിക്കാനൊക്കെ. അപ്പോൾ ആൾ നുള്ളിയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ചെട്ടുമല്ലി നമ്മളിങ്ങനെ നുള്ളുമ്പോൾ അതിൻ്റെ ആ വിത്ത് ഭാഗം കൂടി ഉണ്ടല്ലോ കറുപ്പ്, അതും കൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണിൻ്റെ അടുത്ത് പറയായിരുന്നു അതില്ലാണ്ട് ഇതിൽ മാത്രമായിട്ട് നുള്ളുന്ന്. അപ്പോൾ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പൂക്കളം ഇടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലിങ്ങനെ ഇപ്പോൾ വണ്ടി വരുന്നത് ഓടണം. അപ്പോൾ മുറ്റത്താണെങ്കിൽ നല്ലപോലെ ചെളിവിളിയൊക്കെ ആയിട്ട് കിടക്കുകയാണേ, മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ കല്യാണിൻ്റെ അടുത്ത് ചോദിക്കാം അമ്മ ഇങ്ങനെ പേടിക്കണേ. ഞാൻ പേടിയല്ല, എനിക്കിങ്ങനെ ആരെങ്കിലും വരും, വെയിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു വെപ്രാളം കൂടുതലാണ്. അയ്യോ ഇപ്പോൾ വരാമോ ആരെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് എനിക്ക് വെപ്രാളം തുടങ്ങും, എപ്പോഴാണാവോ വരിക അങ്ങനെയുള്ളൊരു ഭയങ്കര അതി കൂടുതലാണ്. അപ്പോൾ ഈ വണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങളും കല്യാണിയും കൂടെ ഒറ്റ ഓട്ടാട്ടാ. അപ്പോൾ പൂക്കളം വെറുതെ ഒരു തട്ടിക്കൂട്ട് പൂക്കളം ആക്കിയിട്ട് വെച്ച് പിന്നെ ഞങ്ങൾ കല്യാണിയൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാവും. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻകുട്ടി നിലത്ത് കിടത്തിയപ്പോൾ പായയിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായൊക്കെ വെയിൽ കണ്ടപ്പോൾ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് പായ നിലത്ത് വീണത്, കാറ്റൊക്കെ വന്നിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കല്യാണി ഉണ്ടായിരുന്നില്ല, കല്യാണി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടിക്കായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളിന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ട് കാണുന്നതന്നെ വിശ്വസിക്കാൻ. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ. ടാറ്റാ ബൈ ബൈ.